അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് നാട് വിട്ടുപോകാൻ അനുവദിക്കാത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാം എന്ന ആദർശമല്ല, മറിച്ച് ഇസ്ലാം എന്ന ആദർശം മുന്നോട്ട് വയ്ക്കുന്ന പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ചാരിറ്റിയും പാലിയേറ്റീവുമായിരുന്നു. അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ ആദരവായ പ്രവാചകൻ ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് കേൾക്കുമ്പോൾ വിരളിപ്പോണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പാവങ്ങളെ സഹായിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെ മടക്കി കൊണ്ടുവന്നു എന്നല്ലേ ചരിത്രം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് എന്റെ റഹ്മ വാട്സപ്പ് ഗ്രൂപ്പിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട് വിട്ടു പോകേണ്ടവരല്ല. എന്നെ ശ്രവിക്കുന്ന ഇവർക്ക് പരിപൂർണ പിന്തുണ കൊടുക്കേണ്ട എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ സഹോദരങ്ങളെ സഹോദരിമാരോട് പറയാനുള്ളത്, ഇവരുടെ ഈ പ്രവർത്തനം അവസാനിപ്പിച്ച് ഇവിടെ നിന്നിവർ ഈ പരിപാടി ഈ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കേണ്ട സാഹചര്യം നിങ്ങൾ വരുത്തരുത്. അത് ഒരുപക്ഷെ പ്രസവിക്കപ്പെട്ട ഗർഭാശയത്തിന്റെ നനവ് വിട്ടുമാറിയിട്ടില്ല ഈ റഹ്മ വാട്സപ്പ് ഗ്രൂപ്പിന്. കാലിന്റെ ഇളം ചുവപ്പ് വിട്ടുമാറിയിട്ടില്ല. ഒരു 2 വയസ്സ് വരെ 2 വർഷം വരെ അവർ പ്രവർത്തിക്കട്ടെ. മുലകുടി പ്രായമൊക്കെ കഴിഞ്ഞ് അവർ നല്ല കട്ടിയുള്ള ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊന്ന് നോക്കാം ഈ പ്രവർത്തനം എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്ന്. സുഹൃതമാണെങ്കിൽ നമുക്ക് സുമനസ്സുകളായ നമുക്ക് പിന്തുണ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് വേണ്ടെന്ന് വെക്കാം. പക്ഷേ അതുവരെ നിങ്ങൾ അവർക്ക് സമയം അനുവദിക്കണം. ഞാനിത് പറയുന്നത് എന്നെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ 300 പേരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇത് പറയുന്നത്, അവര് പ്രവർത്തിച്ചോളും. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സഹായം എന്നുള്ളത് സാമ്പത്തിക സഹായം 2ാം ഘട്ടമാണ്. മാനസികമായ ഒരു ബലം അവർക്ക് നിങ്ങൾ നൽകണം. അതാണ് അത്യാവശ്യം അവർക്ക് ഇപ്പൊ വേണ്ടത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവർക്ക് മനപ്രയാസം ഉണ്ടാകില്ല, ഇവർക്ക് പേടിക്കേണ്ടതില്ല, ഇവർക്ക് പ്രയാസപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജബലന്നൂറിന്റെ ഹിറാ ഗുഹയിൽ നിന്ന് ഭയം നിറച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ എന്ന മാലാഖയെ കണ്ട് ഭയം നിറച്ചുകൊണ്ട് ഓടി വന്നത് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യാനല്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ ഓടി വന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുനാ ബീബി ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്താണ്. എന്നെ ഒന്ന് പൊതപ്പിട്ട് മൂടുമോ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പൊതച്ച് നന്നായിട്ടൊന്ന് കുളിരുകയാണ്, എനിക്ക് പനിക്കുകയാണ്, ഞാൻ വിറയ്ക്കുകയാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് പൊതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ ബീവിയുടെ മുമ്പിലേക്ക് പ്രവാചകനെ കടന്നു വരുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. വല്ലാഹി, പടച്ചോനെ തന്നെയാണ് സത്യം, ലാ യുഖ്സികല്ലാഹു അബദ. നബിയെ, അല്ലാഹ് അങ്ങയെ വെറുതെ വിടില്ല. അങ്ങ് എന്തിന് സങ്കടപ്പെടണം, അങ്ങ് എന്തിന് വിഷമിക്കണം? 300 പേരടങ്ങുന്ന ഈ റഹ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിനു പേടിക്കണം? കാരണം ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല വതുക്രിൽ ലൈഫ. നിങ്ങൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് പടച്ചവന്റെ സഹായം ആകാശലോകത്ത് നിന്ന്, അനന്തമായ ആകാശലോകത്ത് നിന്ന് അനുഗ്രഹീതമായ പ്രതിഫലത്തിന്റെ ഒരു വലിയ പ്രളയം നിങ്ങൾക്ക് വരും, അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് റഹ്മ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ നിങ്ങൾ ഓരോരുത്തരുടെയും, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രധാന ഘടകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ സഹായം ഇതിനു വേണ്ടി നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോ, നാളെ പടച്ചവന്റെ കോടതിയിൽ ചെല്ലുമ്പോ നമ്മൾ ആരും കരുതണ്ട, നമസ്കാരം നിർവഹിച്ച് നോമ്പ് പിടിച്ച് ഹജ്ജ് ചെയ്ത് സക്കാത്തൊക്കെ കൊടുത്ത് നമ്മൾ വളരെ യഥാർത്ഥ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നാളെ മരണപ്പെടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പടച്ചവന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ അങ്ങ് തുറക്കപ്പെട്ട് നമ്മളെ അതിലേക്ക് ആനയിക്കുമെന്ന് ഒരാളും കരുതണ്ട. നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ ആയിട്ട് അങ്ങ് രക്ഷപ്പെടാമെന്ന് ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ
അതൊന്ന് തിരുത്തണം ഈ സദസ്സിൽ. എന്തുകൊണ്ടെന്നാൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ലാഹു ചോദിക്കുകയാണ്, ഏ മനുഷ്യ, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ഒരു ടാബ്ലറ്റ് വാങ്ങിത്തരാത്തതെന്താ, ഒരു മെഡിസിൻ എനിക്ക് വാങ്ങിത്തരാത്തതെന്താ, ഞാൻ പനിച്ച് പൊരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഒരു മരുന്ന് വാങ്ങിത്തരാത്തതെന്താ, ഞാൻ വിഷം മുട്ടിയ വയറുമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു നേരത്തെ ഒരു ഉരുള ഭക്ഷണം തരാത്തതെന്താ, കുടിക്കാൻ ജലപാനം നടത്താൻ ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോ ഒരു തുള്ളി വെള്ളം എനിക്ക് നിങ്ങൾ എന്തേ തരാത്തത് എന്ന് അല്ലാഹു നാളെ ചോദിക്കുകയാ. പരലോകത്ത് നമസ്കാരം മാത്രമാണോ ചോദ്യമുള്ളത്? നോമ്പിനെ പറ്റി മാത്രമാണോ ചോദ്യമുള്ളത്? സക്കാത്തിനെ പറ്റി, ഹജ്ജിനെ പറ്റി, ഉംറയെ പറ്റി മാത്രമാണോ ചോദ്യമുള്ളത്? അല്ല. അല്ലാഹു ചോദിക്കുകയാണ്, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ, ഞാൻ രോഗിയായി കിടന്നപ്പോൾ, ഞാൻ വല്ലാതെ സങ്കടപ്പെട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എന്നെ നീ ഒന്ന് വന്നപ്പോ എന്നെ വന്ന് നീ ഒന്ന് ശുശ്രൂഷിക്കാത്തത് എന്ന് ചോദിക്കുമ്പോ മാസ്റ്റർ അൽപ്പണ തുറന്നിട്ടെ, എന്തുകൊണ്ടാണ് നീ എന്നെ വന്നൊന്ന് നോക്കാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഒരു നേരം നീ ഭക്ഷണം കൊണ്ട് തരാത്തത്? ഇത് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് ഞാൻ നിങ്ങളെ ചോദിക്കുകയാണ്, അല്ലാഹുവേ, നിനക്ക് രോഗമാണോ, നിനക്ക് വിശപ്പാണോ, നിനക്ക് ദാഹമാണോ? എന്നെ കേൾക്കുന്ന പെങ്ങന്മാരോട് പറയുകയാണ്, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടിയിട്ട് പരിശുദ്ധമായ മുസല്ല വിരിച്ചുകൊണ്ട് നമസ്കാര കുപ്പായം ധരിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് റുകൂ ചെയ്യുന്ന ഉമ്മ, നമസ്കാരത്തിൽ ഒതുക്കി കൂടാമെന്ന് നിങ്ങൾ കരുതിപ്പോയാ, തസ്ബീഹിലും തഹ്ലീലും തംജീദിലും തക്ബീരിലും തഹ്മീദിലും തഹജ്ജുദിലും ളുഹായിലും സ്വലാത്തിലും മജ്ലിസുൻ നൂറിലും ദിക്ർ ഹൽഖയിലും നിങ്ങൾ അങ്ങ് ഒതുക്കി കൂടാമെന്ന് കരുതിപ്പോയാൽ ഇല്ല പെങ്ങളെ. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? സുഖമില്ലാതെ ഞാൻ കിടന്നപ്പോൾ എന്തേ ഒരു മരുന്ന് എനിക്ക് വാങ്ങിത്തരാത്തത്? വിശന്ന് കഴിഞ്ഞപ്പോൾ എന്തേ ഒരു ഉരുള ഭക്ഷണം എനിക്ക് തരാത്തത്? ഒരു തുള്ളി വെള്ളം എനിക്ക് എന്തേ കുടിക്കാൻ വേണ്ടി തരാത്തത്? ആ സമയത്ത് എന്റെയും നിങ്ങളുടെയും സംശയം റബ്ബിനോട് ചോദിക്കുകയാ, അല്ലാഹുവേ, നീ റബ്ബുൽ ആലമീനാണ്, സർവലോക സൃഷ്ടാവാണ്, സർവലോക സംരക്ഷകനാണ്, സർവലോക സംഹാരകനാണ്. നീയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഈ ആകാശഭൂമികളെ പടച്ചത് നീയാ, പച്ചപ്പട്ട് വിരിച്ച ഭൗമോപരിതലത്തെ പടച്ച നീയാ, ഈ ആകാശ തൂണുകളില്ലാതെ സൃഷ്ടിച്ചത് നീയാണ്. അലറി വിളിക്കുന്ന അലമാലകളെ, പർവ്വത സമാനമായ തിരമാലകളുള്ള കടലിനെ നീയാണ് പടച്ചത്, മാമലകളെയും മാമരങ്ങളെയും നീയാണ് പടച്ചത്, സാഗരങ്ങളെ നീയാണ് പടച്ചത്. അല്ലാഹുവേ, നിനക്ക് രോഗം വരുമെന്നോ, നിനക്ക് പട്ടിണിയെന്നോ, നിനക്ക് വിശപ്പെന്നോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ എന്റെ സഹോദരങ്ങളോട് ഇത് പറയുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ സമയത്ത് അല്ലാഹുവിനോട് ഞാൻ നിങ്ങളെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി അല്ലാഹു പറയുകയാണ്, ഇല്ല, എനിക്ക് വിശപ്പില്ല, എനിക്ക് രോഗമില്ല, എനിക്ക് ദാഹമില്ല, എനിക്ക് നാണം മറക്കണ്ട. പക്ഷെ നിന്റെ വീടിന്റെ പരിസരത്ത് രോഗം വന്ന് കട്ടപ്പെടുന്ന ഒരു സഹോദരൻ കിടന്നപ്പോ, പട്ടിണി മൂലം ഒരു സഹോദരൻ വിശന്നിട്ടിയ വയറുമായി കഴിഞ്ഞപ്പോ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പാടുപെട്ട് ഒരു തുള്ളി ജലപാനം നടത്താൻ കഴിയാതെ ഒരു തുള്ളി വെള്ളത്തിന്റെ പോലും ഭാഗ്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞ സമൂഹത്തിന്റെ മുമ്പിൽ എന്തേ നീ ഒരു ഗ്ലാസ് വെള്ളവുമായി നീ ചെല്ലാത്തത്? ഒരു ഉരുള ഭക്ഷണവുമായിട്ട്, ഒരു പൊതിച്ചോറുമായി പോകാത്തതെന്താ? ഒരു മെഡിസിനുമായി പോകാത്തതെന്താ? അങ്ങനെയെങ്കിൽ നിനക്കെന്നെ അവിടെ എത്തിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് അല്ലാഹു നാളെ പരലോകത്ത് നമ്മളോട് ചോദിക്കുമ്പോ, ഇവിടെ സൽക്കർമ്മങ്ങളാണ്, വിചാരണയില്ല. അവിടെ വിചാരണ മാത്രമാണ്, പ്രവർത്തനങ്ങളില്ല. അതുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് ഇവിടെയാണ്, വിചാരണ അവിടെയാണ്. ഇവിടെ വിചാരണയില്ല, അവിടെ പ്രവർത്തനങ്ങളില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയം എത്രയോ നമ്മൾ ജീവിക്കേണ്ടത് അല്ലാഹുവിന് വേണ്ടി തന്നെയാണ്, സംശയമില്ല. അല്ലാഹുവിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ചത് കൊണ്ട് ബാധ്യത തീരുന്നില്ല. റമളാനിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമാകുമ്പോ നോമ്പ് പിടിച്ചത് കൊണ്ട് കാര്യമാകുന്നില്ല. സക്കാത്ത് കണക്ക് നോക്കിയിട്ട് 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി കൊടുത്തത് കൊണ്ട് കാര്യമാകുന്നില്ല. ഒരു വെള്ളമുണ്ടെടുത്തൊരു വെള്ളമുണ്ട് പുതച്ചുകൊണ്ട് കരിമ്പടം പുതച്ചു നിൽക്കുന്ന കറുത്ത
സുന്ദരിയായ കഅബാലയത്തിന്റെ ചുറ്റുവട്ടം തവാഫ് ചെയ്തതുകൊണ്ട് കാര്യമാകുന്നില്ല. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വിശന്നുട്ടിയ വയറുമായി കഴിയുന്നവന്റെ വിശപ്പിന്റെ വിളിയാളമൊന്ന് കേൾക്കാൻ ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂടയിൽ കിടക്കുന്നവന് ഒരു ചെറിയ സഹായത്തിന്റെ ഹസ്തവുമായി കടന്നു ചെല്ലാ. കണ്ണീര് കയ്യുമായി കഴിയുന്ന കുടുംബത്തിന്റെ മുമ്പിൽ ചെന്ന് അവർക്കൊരു സന്തോഷത്തിന്റെ സന്തോഷ വർത്തമാനം പറഞ്ഞു കൊടുക്കാം. 300ഓളം വരുന്ന റഹ്മ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ചെറുപ്പക്കാർ ചുവട് വെക്കുകയാ. ഇതൊരു തുടക്കമാണ്, ഇതൊരു തുടക്കമാണ് സഹോദരങ്ങളെ, തുടക്കമാണ്, നല്ല തുടക്കമാണ്. അതുകൊണ്ട് പതറാതെ ഇടറാതെ മുന്നോട്ടുള്ള കാല് വെച്ചുകൊണ്ട് മുന്നേറുക. അങ്ങനെ മുന്നേറി കഴിഞ്ഞാൽ എപ്പോഴാണ് ലോകം അവസാനിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ലതഖൂമന്ന സാഅ, ലോകം നിശ്ചയമായും അവസാനിക്കുന്നതാണ്. ഏത് സമയത്താണ്? ഈ പരിപാടി 1 മാസങ്ങൾക്ക് മുമ്പ് സദ്ദാം എന്ന് വിളിച്ച് ബുക്ക് ചെയ്യുമ്പോ ഞാൻ ഡേറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്റെ സഹോദരങ്ങളെ, എത്രത്തോളം സൗകര്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് സംഘാടകര്. വരുന്നവർക്ക് മുഴുവനും ഇരിക്കാൻ ചെയർ ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും നന്നായിട്ട് കാണാനുള്ള സൗകര്യം ഇവിടെ റെഡിയാണ്. ഇതെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാണുന്ന സഹോദരങ്ങൾക്ക് അവിടെ ശരീരം അവിടെയാണെങ്കിലും മനസ്സ് ഇവിടെയായിക്കൊണ്ട് ഇത് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുമുണ്ട്. എന്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞതെന്നറിയോ? ഈ 300 പേർക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞതെന്തുകൊണ്ടാണ്? അവര് നേരത്തെ അറേഞ്ച് ചെയ്തത് കൊണ്ടാണ്. പരിപാടിയെ സംബന്ധിച്ച് നേരത്തെ ഞാൻ ഡേറ്റ് കൊടുത്തതിന്റെ പേരിലാണ്. എന്നാൽ ലോകാവസാനം അങ്ങനെ ആകൂല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലതഖൂമന്ന സാഅ, നിശ്ചയമായ ലോകം അവസാനിക്കുന്നതാണ്. എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്? വഖദ് നശറ റജുലാനി സൗബഹുമാ ഫലാ യതബായഅനിഹി വലാ യതുബിയാനിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരാൾ ഇവിടെ നിന്ന് വണ്ടൂരോ നിലമ്പൂരോ മഞ്ചേരിയിലോ തുവ്വൂരോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടൗണിലോ ചെന്നിട്ട് ഒരു തുണിക്കടയിലേക്ക് കയറി, ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് സെയിൽസ്മാനോട് പറഞ്ഞു, എനിക്ക് ഈ ഷെൽഫിലിരിക്കുന്ന തുണി വേണമെന്ന്. ആ തുണിയെടുത്ത് നേരെ ടാബിലിൽ വിരിച്ചു കൊടുക്കുകയാണ്. റോളാക്കി വെച്ചിരിക്കുന്ന തുണിത്തരങ്ങളെടുത്ത് അതിന്റെ തുണിയെടുത്ത് ടാബിലിൽ വിരിച്ചിട്ട് അവന് തുണിതരങ്ങൾ പിടിച്ചു നോക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, ഇല്ല, ഇതിൽ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. അതെടുക്കുമോ? വീണ്ടും അതെടുത്തിട്ട് കൊടുക്കുകയാണ്. ആ തുണിയെടുത്ത് ടാബിലിൽ വിരിച്ചിട്ട് ആ തുണിത്തരങ്ങൾ പിടിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ലോകമങ്ങ് അവസാനിക്കുന്നതാ. എത്രത്തോളം എന്നറിയോ? ഫലാ യതബായഅനിഹി, അതിനെ കച്ചവടം ചെയ്യാൻ സെയിൽസ്മാന് കഴിയൂല. എന്നാൽ പോട്ടെ, ഇതൊന്നും മടക്കി അങ്ങ് ഷെൽഫിൽ വെക്കാനോ വലാ യതുബിയാനിഹി, അതും മടക്കി വെക്കാനും കഴിയൂല. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഈ ലോകം അങ്ങ് അവസാനിക്കുന്നതാ. ഇനിയും റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു ആടിനെ കറന്ന്, പശുവിനെ കറന്ന്, ഒട്ടകത്തിനെ കറന്ന് പാലും കൊണ്ടുവരികയാ. അവന് വല്ലാത്ത ആഗ്രഹമാണ് ഒരു ചായ ഇട്ട് കുടിക്കണമെന്ന്. പക്ഷേ കറന്നെടുക്കപ്പെട്ട പാൽ അവന് കുടിക്കാൻ കഴിയൂല. ലതഖൂമന്ന സാഅ, ലോകം അവസാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. തീരുന്നില്ല സഹോദരങ്ങളെ. ഒരു മനുഷ്യന് കിണർ കുഴിക്കുകയാണ്, ഒരു മനുഷ്യൻ അതല്ലെങ്കിൽ ടാപ്പ് തുറക്കുകയാണ്. അവന് ദാഹം കാരണമായി തൊണ്ട പൊട്ടുമ്പോ അവനൊരു ഗ്ലാസ് എടുത്തിട്ട് അവന്റെ മുമ്പിൽ വെക്കുന്ന ടാപ്പ് തുറന്നിട്ട് വെള്ളം അതിലേക്ക് പകർന്നതിന് ശേഷം ആ പകർന്നെടുത്ത വെള്ളം കുടിക്കാൻ അവന് കഴിയില്ല. ലതഖൂമന്ന സാഅ, അതിനു മുമ്പ് ലോകം അങ്ങ് അവസാനിക്കുന്നതാ. എത്രത്തോളം എന്നറിയോ? അവന്റെ മുമ്പിലിരിക്കുന്ന തളികയിൽ നിന്ന്, പാത്രത്തിൽ നിന്ന് ഒരു ഉരുള ഉരുട്ടിയെടുക്കുകയാ. സ്വാദിഷ്ടമായി രുചി കൂട്ടുള്ള ഭക്ഷണം ഉരുട്ടിയെടുത്ത് അവന്റെ ചുണ്ടോട് ചേർത്ത് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതാ ലോകാവസാനം സംഭവിക്കുകയാണ്. നശീകരണ ആയുധം ഇസ്രാഫീൽ എന്ന മലക്ക് ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതല്ലേ സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞത്, മാ യൽറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ.
അവർ തർക്കത്തിലാണ്, അവർ സംവാദത്തിലാണ്, അവർ വാഗ്വാദത്തിലാണ്, അവർ വാക്പയറ്റിലാണ്. ആ സമയത്തോ സഹോദരങ്ങള് ഒരൊറ്റ അട്ടഹാസമായി ലോകമങ്ങ് അവസാനിക്കുകയാ, ഒരൊറ്റ അട്ടഹാസമായി ലോകമങ്ങ് അവസാനിക്കുകയാ. അന്ന് ഞാനും നിങ്ങളും വാഗ്വാദങ്ങളിലും സംവാദങ്ങളിലും തർക്കങ്ങളിലുമാണ്. ഇത് ഞാനും നിങ്ങളും ഇന്ന് ഓതിയ സൂറത്താണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകം എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി, ചാരിറ്റിക്ക് വേണ്ടിയിട്ട് സഹോദരങ്ങളെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കുന്നതാ. പടച്ചതമ്പുരാൻ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഭാഗ്യം തരട്ടെ. എപ്പോഴാ നമ്മുടെ കാറ്റ് പോകുന്നതെന്ന് പറയാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. ഒരു ചെറിയ മൊബൈൽ വാങ്ങിയാൽ അതിന് തന്നെ ഗ്യാരണ്ടി ഉണ്ട്, അതിന് തന്നെ വാറണ്ടി ഉണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാത്തത് മനുഷ്യനാണ്. എപ്പോഴാ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ 2 മണിക്കൂർ പ്രസംഗിക്കാൻ വേണ്ടി സംഘാടകർ എന്നെ ക്ഷണിച്ചു. ഞാൻ 2 മണിക്കൂർ മുമ്പേ ഈ നാട്ടിലെത്തി. 2 മണിക്കൂർ പ്രസംഗത്തിനു വേണ്ടി ഞാൻ ഈ പീഠത്തിന്റെ മുമ്പിൽ വന്ന് എന്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ 2 മണിക്കൂർ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എന്ത് ഗ്യാരണ്ടിയായിരിക്കുള്ളത്? 300ഓളം വരുന്ന ചെറുപ്പക്കാര് റഹ്മ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ സംവിധാനം തുടക്കം കുറിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇന്നലെ ഞാൻ പ്രഭാഷണം നടത്തിയ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്ത് ആ പള്ളിയിലെ ഉസ്താദ് ഖതീബ് എന്നോട് അവസാനം ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ പറഞ്ഞു, ഉസ്താദ് എന്റെ ഒരു ബന്ധു മരണപ്പെട്ടു. എങ്ങനാ മരണപ്പെട്ടെന്നറിയോ? നിക്കാഹ് കഴിഞ്ഞ് ഇനി വിളിച്ചോണ്ട് പോക്കുണ്ട്. അങ്ങനെ ഒരു സംവിധാനമാണ് കണ്ണൂർ ജില്ലയിലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനൊന്നും അല്ല. നിക്കാഹ് കഴിഞ്ഞാൽ അപ്പോഴെ തന്നെ 10 മിനിറ്റ് ഞാൻ കൊണ്ടുപോകും. നിക്കാഹ് കഴിഞ്ഞു, എത്രയോ നാളായി. ഇപ്പൊ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി അവരെല്ലാവരും തയ്യാറാണ്. പുതിയ ആപ്പള ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി. ശ്രദ്ധിക്കണേ, നാട്ടിലെത്തി. നേരെ വീട്ടിലോട്ട് കയറി വന്നു. നിക്കാഹ് കഴിഞ്ഞു, പുതിയ പെണ്ണിന്റെ വീട്ടിലാണ്, മണവാട്ടി. അപ്പൊ ഇനി എല്ലാവർക്കും കൂടെ ഒക്കെ വണ്ടിയൊക്കെ വിളിച്ച് പോയി ഒന്ന് വിളിച്ചോണ്ട് വരണം. ആ ഒരു ചുമതല മാത്രമേ ഇനി ഉള്ളൂ. അങ്ങനെ വീട്ടിലേക്ക് നേരെ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്റെ 2-3 സുഹൃത്തുക്കൾ കുറച്ച് സാധനങ്ങൾ എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. അത് അവരുടെ വീട്ടിൽ തൊട്ടടുത്താണ്, കൊണ്ട് കൊടുക്കണം. അത് കൊടുത്തിട്ട് ഞാൻ വരാം. കാരണം ഇനി വിളിച്ചോണ്ട് പോക്കും, അല്ല പെണ്ണിനെ വിളിച്ചോണ്ട് വരലും അതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറിപ്പോ, തിരക്കല്ലേ, അതൊരു ബാധ്യതയല്ലേ, അമാനത്തല്ലേ. അതുകൊണ്ട് ഉമ്മയോട് ഉപ്പയോടൊക്കെ പറഞ്ഞ് ഞാൻ 10 മിനിറ്റിനാം എത്താമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് കയറി 1 ഗ്ലാസ് വെള്ളം കുടിച്ചു. ആ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ടില്ല. ആ സഹോദരൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആക്സിഡന്റിൽ മരണപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഇനി വേറെന്താ പറയാ? ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യന്റെ ആയുസ്, മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ എല്ലാം ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ്. ആരുടെ കയ്യിലാണ് ഇതിനെപ്പറ്റി ആർക്കാണ് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ കഴിയുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകാവസാനം, ഓരോരുത്തരുടെയും ലോകാവസാനം അവന്റെ മരണം തന്നെയാണ്. നമ്മുടെ ലോകം അവസാനിക്കുന്നപ്പോഴാ നമ്മുടെ മരണത്തോടു കൂടി. പിന്നെ അവസാനം ഉള്ള എല്ലാവർക്കും കൂടെ ഒറ്റ അടിക്കൊരു മരണമുണ്ട്, ഒറ്റ അടിക്കൊരു ലോകാവസാനമുണ്ട്. അതാണ് ലോകാവസാനം. അള്ളാഹു നമുക്ക് അതിനു മുമ്പ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നീട്ടിക്കൊണ്ട് ഞാൻ വിശദീകരിച്ച് മുഖദ്ദിമകളൊന്നും പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. സഹോദരങ്ങളെ, ലോകം അവസാനിക്കുന്നത് എപ്പോഴെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആദരവായ പ്രവാചകന് സ്വഹാബത്തിനോട് വിവരിക്കുകയാണ്, സ്വഹാബത്തെ, എനിക്കെങ്ങനെയാണ് സുഖിക്കാൻ കഴിയുക, എനിക്കെങ്ങനെയാണ് രസിക്കാൻ കഴിയുക, എനിക്കെങ്ങനെയാണ് സന്തോഷത്തോടെ ഉറങ്ങാൻ കഴിയുക, എനിക്കെങ്ങനെയാണ് ആനന്ദത്തോടെ നടക്കാൻ കഴിയുക, എനിക്കെങ്ങനെയാണ് എല്ലാം മറന്നിട്ടെല്ലാം വിസ്മരിച്ചിട്ട് നടക്കാൻ കഴിയുക? കാരണം എന്തെന്നറിയോ? സാഹിബു സൂരി ഖദിൽ തഖമഹു വഅസ്ഗാ സമഅഹു വഹനാ ജബ്ഹതാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മാലാക സൂറന്ന കാഹളത്തെ ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുകയാ. സഹോദരങ്ങള് ഗൗരവത്തോടെ കേൾക്കണേ, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമാണ്.
ഇത് ആദ്യമാണെന്നേ ഉള്ളൂ, അവസാനമല്ല. ഇനിയും എന്റെ സഹോദരങ്ങളെ, ഈ 300ഓളം വരുന്ന ചെറുപ്പക്കാരെ ജീവിച്ചിരിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ നാടിന്റെ ഏറ്റവും വലിയ ഒരു വലിത്തിരിവിന് കാരണമാവുകയാണ് ഈ വേദി, ഈ സദസ്സതിനൊരു കാരണമാവുകയാണ്. അല്ലാഹു ആ ചെറുപ്പക്കാർക്ക് ആരോഗ്യം കൊടുക്കട്ടെ, ആയുരാരോഗ്യം ആഫിയത്ത് കൊടുക്കട്ടെ. അവരുടെ വിയർത്തൊലിക്കുന്ന ഓരോ തുള്ളി വിയർപ്പിന് നാളെ പടച്ചതമ്പുരാൻ ഓരോ വെള്ളക്കൊട്ടാരങ്ങളെ റബ്ബിന്റെ സ്വർഗീയ ആരാമത്തിൽ നൽകട്ടെ. സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഈ നാട്ടിൽ ആദ്യത്തെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് എന്റെ സഹോദരങ്ങളോട് ഏത് വിഷയമാണ് പറയുക എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ സഹാബത്തിനോട് പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോ നബിതങ്ങൾ ചോദിക്കുകയാണ്, സഹാബത്തെ എനിക്കെങ്ങനാണ് രസിക്കാൻ കഴിയുക, എനിക്കെങ്ങനാണ് സന്തോഷത്തോടെ നടക്കാൻ കഴിയുക? ഖദിൽ തഖമഹു വസഗാ സമഅഹു വഹനാ ജബ്ഹതഹു. സൂറന്ന കാഹളമുണ്ടല്ലോ, ലോകനശീകരണായുധമുണ്ടല്ലോ, അത് ഇസ്രാഫീൽ എന്ന മലക്കു ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാ. എന്നിട്ട് അസ്ഗാ സമഅഹു ചെകിടിങ്ങനെ കൊടുത്തു നിൽക്കുകയാ. വഹനാ ജബ്ഹതഹു നെറ്റിത്തടം ഇങ്ങനെ കുനിച്ചു നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാ. ഒരു മൈതാനത്ത് ഓട്ട മത്സരം നടക്കുകയാ. ഒരു ലൈൻ വരച്ചിട്ട് ഓട്ട മത്സരം നടത്തുന്നപ്പോൾ മത്സരാർത്ഥികൾ വരയുടെ പിന്നിൽ ആ വരയിലേക്ക് തള്ളവിരലുകൾ ചേർത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ ഇതിന്റെ മാസ്റ്റർ വിസിൽ ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുകയാണ്. ഈ കൊച്ചുകുട്ടികൾ ഓട്ട മത്സരത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അവർ ഓടാൻ വേണ്ടിയിട്ട് എപ്പോഴാണോ മാസ്റ്ററുടെ വിസിൽ മുഴങ്ങുന്നത്, ആ സമയത്ത് ഓടാൻ വേണ്ടിയിട്ട് ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുന്ന വിസിലിനെ ശ്രദ്ധിക്കാതെ സഹോദരങ്ങളെ മേപ്പോട്ട് പൊങ്ങി തലപൊക്കി നോക്കാതെ ആ കാലിന്റെ തള്ളവിരലിലേക്ക് നോക്കിയാണ് നിൽക്കുക. കാരണം എപ്പോഴാണോ ശബ്ദം കേൾക്കുന്നത് ഓടിത്തുടങ്ങാനാണ്. സഹോദരങ്ങളെ, ഇതുപോലെയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന് പറയുന്ന കാഹളമെടുത്ത് ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുന്നു എന്ന് നബിതങ്ങളെ പറഞ്ഞതെപ്പോഴാണ്? 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ തിരുദൂതര് പറയുകയാ, ഇസ്രാഫീൽ എന്ന മാലാഖ സൂറെന്ന കാഹളത്തിൽ ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുമ്പോ എങ്ങനെയാണ് സഹാബ എനിക്ക് സുഖിക്കാൻ കഴിയുക? എങ്ങനെയാണ് സഹാബ എനിക്ക് രസിക്കാൻ കഴിയുക? ഇത് കേൾക്കുമ്പോ നിങ്ങൾ ആരും ചിന്തിക്കണ്ട സഹാബത്ത് സുഖിച്ചവരാണെന്ന്. ഇല്ല പെങ്ങളെ, സഹാബത്തിന് എന്ത് സുഖമാണ് ഉണ്ടായിരുന്നത്? ഒരൊറ്റ ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾക്കറിയുമോ, രാജ്യത്തിന്റെ ഭരണാധികാരികൾ പോലും, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും, മഹാത്മജി പോലും പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ആരുടെ ഭരണം വേണമെന്ന, ആരുടെ ഭരണം വേണമെന്ന, ഉമറുൽ ഫാറൂഖിന്റെ ഭരണം ഈ രാജ്യത്ത് വേണമെന്നാ പറഞ്ഞത്. എന്താണത് പറയാനുള്ള കാരണം എന്തറിയോ? 10 കോടി രൂപയുടെ 10 ലക്ഷം രൂപയുടെ കോട്ടിട്ടത് കൊണ്ടല്ല, നല്ല വില കൂടിയ പെണ്ണ് കുത്തിയത് കൊണ്ടല്ല, കണ്ണടക്കി എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ളത് കൊണ്ടല്ല. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു മദീന ഭരണാധികാരിയായി ചാർജ് എടുക്കുന്ന ദിവസം, മദീനത്തിന്റെ ഭരണാധിപനായി ചാർജ് എടുക്കുന്ന ദിവസത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മദീനത്തെ പള്ളിയിൽ കാണുന്നില്ല. ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണേ ചെറുപ്പക്കാരാ, എന്റെ ആഡംബരത്തോടെ ഞാനും നിങ്ങളും നടക്കുമ്പോ നിങ്ങളെക്കാൾ ആഡംബരമാണ് എനിക്കെന്ന് പറയുന്നതിൽ എനിക്ക് നാണമില്ല. കാരണം എന്റെ സഹോദരങ്ങളെ പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്റെയും നിങ്ങളുടെയും ആഡംബര ജീവിതം തന്നെയാണ്. മുൻഗാമികളെ തട്ടിച്ച് നോക്കുമ്പോ നമ്മളെന്ത് സുഖലോലുപരാണ്, സുഖലോലുപരാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഭരണാധികാരം ഏറ്റെടുക്കാൻ വരുന്നത് വൈകിയാണ്. മദീന പള്ളി നിബിഡമാണ്, എല്ലാവരും നിരനിരിക്കുകയാണ്. ആ സമയത്ത് ഉമർ തങ്ങളെ കാണുന്നില്ല. സാധാരണ റസൂലുള്ള വരുന്ന സമയം കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് വന്നിരുന്ന സമയവും കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഓടിക്കിതച്ച് വരികയാ. ഓടി ഓടി കിതച്ച് വിയർത്തൊലിച്ചിട്ട് ഉമർ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഓടി കയറുകയാ. എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു. എന്താ സംഭവിച്ചത്? മിമ്പറിലോട്ട് കയറുന്നതിന് മുമ്പ് മദീനയുടെ ഭരണാധികാരിയായി അവരോധിതനാകുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നൊരു കാര്യം പറയുകയാ. മക്കളെ, ഞാൻ താമസിച്ചതിന്റെ കാര്യം അറിയണ്ടേ? എന്നിട്ട് ഞാൻ നയപ്രഖ്യാപന പ്രസംഗം നടത്താ. ഞാൻ വൈകിയതിന്റെ കാരണം നിങ്ങളോട് പറഞ്ഞിട്ട് വേണം എനിക്ക് മിമ്പറിൽ കയറി നയപ്രഖ്യാപനം നടത്താൻ.
കേട്ടാൽ അങ്ങനെ ആളുകളെ ശ്രദ്ധയോടെ കാത്തിരിക്കുമ്പോൾ ഉമർ ഫാറൂഖ് തങ്ങൾ വൈകിയതിന്റെ കാരണം പറയുകയാ. എന്താ വൈകിയതെന്നറിയോ? ഉമർ തങ്ങൾ പറയുന്നു, സഹാബാ, ഇന്നത്തെ ദിവസം ഉമറിന്റെ ജീവിതത്തിന് നിർണായക ദിവസമാണ്. ഇന്നത്തെ ദിവസം അല്ലാഹു അനുഗ്രഹിച്ച ദിവസമാണ്. മദീനയുടെ ഭരണസാരഥ്യം ഞാൻ ഏറ്റെടുക്കുന്ന ദിവസമാ. ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും രണ്ട് ഭൗതിക സാമ്രാജ്യത്തിന്റെയും അധിപനായി ഞാൻ അവരോധിതനാവുകയാ. ഇന്നത്തെ ദിവസം ഞാൻ ധരിക്കുന്ന ഏറ്റവും നല്ല വസ്ത്രമാകണ്ടേ സഹാബ? ഇന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രമല്ലേ ഇടേണ്ടത്? ഏറ്റവും നല്ല കുപ്പായമല്ലേ ധരിക്കേണ്ടത്? ഏറ്റവും നല്ല കന്തൂറയല്ലേ ധരിക്കേണ്ടത്? ഏറ്റവും നല്ല ജുബ്ബയല്ലേ ധരിക്കേണ്ടത്? സഹാബാക്കൾ സമ്മതിച്ചു. ഉമർ തങ്ങൾ പറയുന്നു, സഹാബത്തെ, ഞാൻ ഇന്നലെ രാത്രി നോക്കുമ്പോ ആ ഏറ്റവും നല്ല ജുബ്ബ കന്തൂറ അഴുക്ക് പിടിച്ച് കിടക്കുകയാ. അത് ഞാൻ എടുത്ത് കഴുകി സഹാബ. പിറ്റേന്ന് നേരം വെളുത്ത് ഞാൻ ഉണങ്ങാൻ വിരിച്ചു സഹാബ. ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ, ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ, എന്നിട്ട് വേണം നിങ്ങളുടെ മുമ്പിലെത്താൻ. ഉണങ്ങിയത് പകുതിയാണ് ഞാൻ എടുത്തിട്ട് കൊണ്ടുവന്ന് ഇനിയും നിന്നാ വൈകി പോകുമെന്ന് പേടിച്ചുകൊണ്ട് സഹാബത്തിന്റെ കാര്യം മനസ്സിലായി. സഹാബത്തിന്റെ കാര്യം മനസ്സിലായി. നോക്കുമ്പോൾ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് ഉമർ തങ്ങൾ നയപ്രഖ്യാപനത്തിന് കയറുകയാ. ആ സമയത്ത് മദീന പള്ളിക്കകത്തൊരു കൂട്ടക്കരച്ചിൽ നടക്കുന്നു. എന്താ കാര്യമെന്നറിയോ? കൂട്ടക്കരച്ചിലാണ്. സഹാബാക്കൾ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കരയുകയാ. മദീന പള്ളി ഇതുപോലൊരു കരച്ചിലിന് രണ്ട് സമയത്താണ് സാക്ഷ്യം വഹിച്ചത്. ഒന്ന് ആദരവായ പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത്, അതിനുശേഷം ബിലാൽ തങ്ങൾ എനിക്കിന്ന് ബാങ്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് എന്റെ ഹബീബിനെ കണ്ട മദീന, എന്റെ ഹബീബില്ലാതെ എനിക്ക് മദീനത്ത് വേണ്ട, എന്റെ റസൂലുള്ളാഹി കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ കൊടുത്ത ബാങ്ക്, എന്റെ റസൂലുള്ള കുബ്ബത്തുൽ ഖൽറായിലെ കിടക്കുമ്പോ, റൗളാ ശരീഫിനകത്ത് കിടക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ബാങ്ക് കൊടുക്കുക? ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല. ഒരു പാണ്ടക്കെട്ടുമാകട്ടെ മദീനയിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനത്ത് നിന്ന് മടങ്ങി പോകുന്ന ദിവസമാണ് സഹാബത്ത് കരഞ്ഞത്. മൂന്നാമത് കരഞ്ഞത് സിദ്ദീഖ് തങ്ങളുടെ ശേഷം ഫാറൂഖ് തങ്ങൾ നയപ്രഖ്യാപനം നടത്തുമ്പോഴാ. എന്താ കരയേണ്ട കാരണമെന്നറിയോ? കാരണം ബോധിപ്പിച്ചല്ലോ. തുണി ഞാൻ അലക്കി ഉണങ്ങാൻ വിരിച്ചിരുന്നു, അതാണ് വൈകിയ കാരണമെന്ന് പറഞ്ഞു. പക്ഷേ മിമ്പറിലോട്ട് കയറുന്നപ്പോ സഹാബാക്കള് കൂട്ടക്കരച്ചിലാണ്. എന്താ കരയേണ്ട കാരണമെന്നറിയോ? ഏറ്റവും നല്ല വസ്ത്രമാണ് ഞാൻ ധരിച്ചതെന്ന് പറഞ്ഞ ഉമർ തങ്ങൾ, ഇന്നത്തെ ദിവസം ഞാൻ ഭരണാധിപനായി ചാർജെടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും നല്ല വസ്ത്രം ഞാൻ ധരിക്കണം, അലങ്കാരത്തോടെ വരണമെന്ന് പറഞ്ഞ ഉമർ തങ്ങളുടെ കുപ്പായം കണ്ടത് സഹാബത്ത് മദീനയുടെ മിമ്പറിൽ നിൽക്കുമ്പോഴാണ്. അല്ലാഹുവേ, 40ഓളം സ്ഥലങ്ങളിൽ തുന്നിത്തെച്ചതാണ്. 40ഓളം സ്ഥലങ്ങൾ തുന്നിത്തെച്ചതാണ്. കണ്ടം വെച്ച തുണിയാണ്. 40ഓളം സ്ഥലങ്ങളിൽ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്ന കുപ്പായമാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരച്ചിലടക്കി പിടിച്ച് ഖുത്ബ നടത്തുകയാ. സ്വഹാബാക്കൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോവുകയാ. ഇങ്ങനെ ഒരു ഭരണാധികാരി കഴിഞ്ഞു പോയിട്ടുണ്ട്. പപ്പുലച്ചത്തിന്റെ കോട്ട് ധരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, അത് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയ ഖലീഫ ഉമറിന്റെ ഭരണ രാജ്യത്ത് വേണമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിജിയാണ് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്തിനോട് നബി തങ്ങൾ ഞാൻ എങ്ങനെയാണ് സുഖിക്കുക എന്ന് ചോദിക്കുമ്പോ സഹാബത്ത് സുഖിച്ചു എന്ന് കരുതണ്ട. നബി തങ്ങളുടെ വീട്ടിലെ 33 മാസത്തോളം 90 ദിവസത്തോളം 3 പിറ കാണുന്നത് വരെ അള്ളാന്റെ ഹബീബിന്റെ വീട്ടിനകത്ത് പച്ചവെള്ളവും ഈത്തപ്പഴവും അല്ലാതെയില്ല. അങ്ങനെ ഒരു വീട് ഈ തുവൂര് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വീട് ഈ നാട്ടില് കാണിക്കാൻ കഴിയുമോ? പാലക്കൽ വെട്ട എന്ന് പറയുന്ന പ്രദേശത്തുണ്ടോ അങ്ങനെ ഒരു വീട്? അങ്ങനത്തെ ഒരു വീടില്ലല്ലോ ഈ നാട്ടില്. സഹോദരങ്ങളെ, ഉടുക്കാൻ ഡ്രസ്സില്ലാത്തതിന്റെ പേരിൽ കടം വാങ്ങി ഇട്ടുകൊണ്ടുവന്ന ആരെങ്കിലും ഈ മർഹൂം ഉണ്ണിക്കോയ തങ്ങൾ നഗറിൽ ഇരിപ്പുണ്ടോ? ആരെങ്കിലും ഭക്ഷണം കഴിക്കാനില്ലാത്തതിന്റെ പേരിൽ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കൈനീട്ടി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു കൊണ്ടുവന്നവരാരെങ്കിലും ഈ സരസിലുണ്ടോ? ഇല്ല. അള്ളാഹു നമുക്ക് തന്ന നിയമത്ത് എത്രയാ? 1400 വർഷങ്ങൾക്ക്
ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ള ചോദിക്കുകയാണ്, സഹാബ, ഞാൻ എങ്ങനെയാണ് സുഖിക്കുക, ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? എന്താ നബിയേ? ഇസ്രാഫീൽ സൂറിൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുകയാണല്ലോ. എപ്പോഴാണ് അള്ളാന്റെ കൽപ്പന വരുമ്പോ ഈ സൂറെന്ന കാഹളത്തിൽ ഒരു ഊത്തു വരുന്നത് എപ്പോഴാണ്? ഈ ലോകം മുഴുവനും നശിക്കപ്പെടുന്നത് എപ്പോഴാണ് അറിയില്ല. ആ സമയത്ത് സഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മാദാ തഅമുറുനാ യാ ഹബീബല്ലാഹ്? നബിയേ, അങ്ങനെ ലോകാവസാനം അടുത്തെന്നറിഞ്ഞാൽ ഞങ്ങളോട് എന്തെങ്കിലും അങ്ങക്കൊന്ന് കൽപ്പിച്ചൂടെ? ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ? ലോകാവസാനം അടുത്തെന്ന് ഞങ്ങൾ അറിയുമ്പോ എന്തെങ്കിലും ഞങ്ങളൊന്ന് ചെയ്യണ്ട നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖൂലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്നെ കേൾക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ചുണ്ടുകൾ ചലിക്കേണ്ടത് ഇതുകൊണ്ടാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.